ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തേതും ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ദ വില്ലേജ്, അതായത് പുതിയതായിട്ട് നമ്മൾ ഒമാനിൽ ഹെയ്ലിയിലായിട്ട് വന്നിട്ടുള്ള ഇത് അൽമോജൊക്കെ പോലെ തന്നെ അൽമോജിൻ്റെ അത്രക്ക് അങ്ങോട്ട് ഇല്ലെങ്കിലും നമുക്കൊരു ഈവനിങ് ഒക്കെ പോയി ഒന്ന് റെസ്റ്റ് ചെയ്യാനും ഫാമിലിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാനും പറ്റിയ കിടിലം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇനിയും വർക്ക് കംപ്ലീറ്റ് ആവാനുണ്ടെന്ന് തോന്നുന്നു. കുറേ ഏരിയ ബാക്കിയുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് കുറച്ച് അൽമോജിനേക്കാളും എൻ്റർടൈൻഡ് കുറച്ച് അൽമോജിൻ്റെ അത്രക്ക് ഏരിയ ഇല്ലെങ്കിലും അൽമോജ് പോണിലേക്കാളും എൻ്റർടൈൻഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ആട്ടോ. അത് കാണാനും ഒരു കൗതുകമുള്ളൊരു പ്ലേസാണ്. അൽമോജിൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് ഇതിൽ കൊണ്ടുവരാൻ നോക്കിയതായിരിക്കും. കാരണം ഈ ഒരു ഇൻറ്റീരിയറൊക്കെ കംപ്ലീറ്റ് അൽമോജിലും സെയിം ആണ്. കാര്യം പാട്ട് അറബിയിലാണെങ്കിലും ആ പാട്ടൊരു ഫീൽ ഉണ്ടായിരുന്നില്ലേ. കുറേ നേരം ഞാൻ ആ പാട്ടും കേട്ട് നിന്നിട്ട് പിന്നെ കുറേ നേരം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ യൂട്യൂബിലും ഇതിലും ഇത് കുറേ നേരം ത്രൂ ഔട്ട് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്ര വലിയ ഫീലൊന്നും പിന്നെ ബോറടിക്കും. പക്ഷെ നമ്മൾ ലൈവായിട്ട് അത് കാണുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇഷ്ടമാവില്ലേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ, കേൾക്കാനായിട്ടും കാണാനായിട്ടും അടിപൊളിയായിരുന്നു. ഇങ്ങനത്തെ എൻ്റർടൈൻമെൻ്റ് ഒന്നും അൽമോജിലില്ല കേട്ടോ. ഈ യൂട്യൂബിലിടുമ്പോൾ നമ്മളെപ്പോഴും ക്യാമറ ചെരിച്ച് പിടിച്ചിട്ടാട്ടോ വീഡിയോ എടുക്കുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലിടണമെങ്കിൽ നേരെ പിടിച്ചിട്ടും വീഡിയോ എടുക്കണം. അപ്പോൾ അതുകൊണ്ടാട്ടോ ചില വീഡിയോ ഒക്കെ ചെറുതായിട്ടും ചില വീഡിയോ ഒക്കെ വലുതായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ രണ്ട് രീതിയിലും ഞാൻ ചിലപ്പോൾ അങ്ങനെ പിടിക്കും ഫോൺ, ചിലപ്പോൾ ഇങ്ങനെ പിടിക്കും, അങ്ങനെ ആയിട്ട് മിക്സായി പോയിട്ടാകെ. ഫുഡ് കഫേകൾ പോലെ തന്നെ ഈ പെർഫ്യൂമിൻ്റെ ഷോപ്പ്, ചെറിയ ചെറിയ ബൊട്ടിക്കുകൾ, നമ്മളെ ചുരിദാറിൻ്റെ ഒക്കെ ബൊട്ടിക്കുകളുണ്ടല്ലോ, അങ്ങനത്തെ ഷോപ്പുകൾ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പർച്ചേസിങ്ങും ഇവിടെ വന്നാൽ നടത്താം. പക്ഷേ നല്ല ഈ പെർഫ്യൂമിൻ്റെ ഷോപ്പിൽ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. നല്ല നല്ല പെർഫ്യൂംസ് പകുതി വിലയ്ക്ക്, പിന്നെ നമ്മൾ അതിൻ്റെ എന്താ പറയുക 25% ഓഫ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണമുള്ള പെർഫ്യൂംസ് ഒക്കെ അവർ ഡെമോ വെച്ചിട്ടും ഉണ്ട്. അത് വലിയ പ്രൈസായിട്ട് തോന്നിയില്ല. ബാക്കിയെല്ലാം നമ്മൾ ഫുഡായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്നും ഇവിടെ നമ്മളെ സാധാരണക്കാർക്ക് വന്ന് പർച്ചേസ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം വെച്ചാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഞങ്ങളൊരു കേക്കിൻ്റെ ഷോപ്പിൽ കയറി ഒരു പീസ് കേക്ക് വാങ്ങി കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ തന്നെ 3 റിയാൽ സംതിങ്, അതായത് 4 റിയാലോളം അങ്ങാണ്ടാട്ടോ ഒരു പ്രൈസ് പറഞ്ഞത്. പിന്നെ ഇതും ഒരു കൗതുകമായിട്ട് തോന്നിയിട്ടാ. ഈ ഇംഗ്ലീഷ് വുമൻസ് ആണെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റ് ഡോള് പോലെ ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ഡോള് തന്നെ. അവർ ശരിക്കും ജീവനുള്ള ആളാണോ എന്ന് പോലും തോന്നിപ്പോയി. കുറേ പേര് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അവരൊപ്പം. 1-2 ലേഡീസ് ഉണ്ടായിരുന്നു അങ്ങനത്തെ. ഞാൻ ഇപ്പം ഈ കാണിച്ച ലേഡി ആയിരുന്നുണ്ട്, നല്ല ഭംഗി കാണാനായിട്ട്. കറക്റ്റ് ഡോള് കണക്കിനുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ ഫോട്ടോ എടുക്കാൻ അവൾക്കോട് പറഞ്ഞപ്പോൾ അവൾക്കൊരു വീഡിയോ ആണ് എടുത്തത്. അപ്പോൾ അത് വീഡിയോ അതിൽ കാണിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല. എന്നാലും നമ്മളെപ്പോലെ കുഞ്ഞു ഫാമിലികൾക്ക് കുഞ്ഞു സന്തോഷം കണ്ടെത്താനുള്ള ഒരു കുഞ്ഞു സ്പോട്ട് തന്നെയാണിത്. അപ്പോൾ ഒമാനിലുള്ള എല്ലാവർക്കും വന്ന് വിസിറ്റ് ചെയ്യെങ്കിൽ കണ്ട് രസിച്ച് ഉല്ലസിച്ചൊക്കെ പോകാം. അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.